എടാ നീ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിച്ചാ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ? അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടയാറാ? ഓ, നമ്മുടെ രജനീകാന്തൊക്കെ പഠിച്ച സ്ഥലമല്ലേ? അഭിനയിക്കാനൊക്കെ അറിയോ? പുലിമുരുക്കം കണ്ട? കണ്ടു 3 പ്രാവശ്യം. 3 പ്രാവശ്യം കണ്ട? അമ്മോ, ലാലേട്ടന്റെ കട്ട ഫാനാണ്. അവിടെ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് പുലിമുരുകനില് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സീനില്ലേ? കണ്ട പണം കണ്ട? ആ സാധനം ഒന്ന് കാണിച്ച് നോക്കട്ടെ. നല്ല സ്റ്റൈലായിട്ടിരിക്കണം. മുണ്ടൊക്കെ മടക്കി കുത്തിക്കും. ഏതാന്ന് മനസ്സിലായി? പോസ്റ്ററിലുള്ളത്. അതെ, ഭാവനക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ കാണിക്കട്ടെ. അയ്യേ, ഇതല്ല ബാലു ഒന്ന് കാണിച്ചു കൊടുത്തത്. കണ്ടാ 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 കൈ കുത്തിക്കണ ദൂരതാണ്ടാ. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ ഹനുമാന്റെ മല മേടിച്ചോ കേറ്റി കുത്തങ്ങട്. അയ്യേ, ഇതെന്നിട്ട് അത് പട്ടിമുള്ളായിരിക്കണം. നോക്കി ഭാവന. അതെ മോനെ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. ഇവരൊക്കെ ശരി, വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഭയങ്കര ഘോരവനം. ഘോരവനത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാൾ. ആള് നടന്നു വരുമ്പോ കാട്ടി ജാതിക്കാര് കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ ചെയ്താൽ ഇത്രേ കുത്തുകൊണ്ട് എക്സ്പീരിയൻസ് ലോകത്തുണ്ടാവില്ല. ഞാൻ ചെയ്യുവാണെങ്കിൽ സിൻസിയർ ആയിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങാറ്റത്ത് നല്ല കാടാണ്ടത്. ആ സീനാണ്. പിടിച്ചോ. അയ്യോ, വെളിച്ചെണ്ണ പാത്രത്തിൽ പോണ്ട. ക്യാമറ റോളേ. വള്ളി 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 ഓളിത് വള്ളി തപ്പി മാറ്റി തടഞ്ഞു. ദൈവമേ, ഞാൻ പറഞ്ഞല്ലോ തമാശ കളിക്കില്ല. ഇവനാള് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനിങ്ങനെ വീഴാൻ പോണേ? ആക്ടിംഗ് അല്ലേ? ഓ, അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കണില്ലാന്ന് തോന്നുന്നു. ഷാജിയുടെ ഇവിടെ കുറിച്ച് ആരെങ്കിലും ഉണ്ടെന്നുണ്ടാ? ഒന്ന് എടുത്തു വെച്ചേക്ക്. ഇങ്ങനെയൊക്കെയാണ് വിശ്രമവേളകൾ ആനന്ദകരമാണ്. ഹലോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. സിനിമയിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ആർട്ട്, കോസ്റ്റ്യൂംസ്, അങ്ങനെ ഏതെങ്കിലും കയറിപ്പറ്റി ലൊക്കേഷനിൽ പിടിച്ചിക്കാൻ പറ്റണം. എന്തും സഹിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. എന്നാലേ ലൈം ലൈറ്റിൽ വരാൻ പറ്റും. നല്ല ബെസ്റ്റ് സമയം. ലൈം ലൈറ്റിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോയി. ആർട്ടുകാരുടെ സെറ്റപ്പ് ആട്ടോ. ബെസ്റ്റ് ജീനെ, അത് നമ്മുടെ സെറ്റപ്പ് അല്ല. അത് ആർട്ടുകാർ പുറത്തുനിന്ന് ഏതൊരു ലിറ്ററേഷനാന്നാ പറയണത്. ആളെ കാണാനെന്നും പറയുന്നുണ്ട്. കാണാനില്ല. ഇതെന്താണ് ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരൊക്കെ ഏൽപ്പിക്കുന്നത്? നമ്മുടെ ഇലക്ട്രീഷ്യൻ നമ്മുടെ ആളാണ്. ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറയാം. ഇവിടെ ചീനോ, ഇവിടെ നമ്മുടെ ജനറേറ്ററിൽ കൂടെ താങ്ങോ? വന്നല്ല. എന്താണ് ഇതൊന്നും ശരിയാക്കണത്? ജീനെ, ലൈറ്റിന് ഇഷ്ടപ്പെടാത്ത ആരോ വന്നിട്ടുണ്ടാ. അതാണ് ലൈറ്റ് ഇടക്കിടക്ക് ഒളിഞ്ഞു നോക്കിട്ട് പോണത്. വെറുതെ ഞാനൊന്ന് നോയിക്കോട്ടെ. നീ ഏതാണ്? വിഷ്ണുപ്രസാദ്. വിഷ്ണു എന്ന് വിളിക്കും. ആര് വിളിക്കും? ഫ്രണ്ട്സ് എല്ലാരും. ഇവിടെ എന്താ പരിപാടി? ഞാൻ അഭിനയിക്കാൻ വന്നതാണ് സാർ. എടാ, അതിന് നിനക്ക് ഇലക്ട്രിക്കൽ പണിയൊക്കെ അറിയാവോ? ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസ്സായത് സാർ. അപ്പൊ അഭിനയിക്കും. നല്ല ഷോക്കിംഗ് എക്സ്പ്രഷൻ ആയിരിക്കും. എന്തിനാ? നീ ഒന്ന് നോക്കടാ, പറ്റുമെങ്കിൽ ചെയ്. വർക്ക് ലൈറ്റ് വേണം, ഓടിച്ചല്ലേ. ഒരു പരിപാടി നടക്കൂല. എല്ലാ സിനിമ ഇങ്ങനെയാണ് മാങ്ങാത്തിന്. ചേട്ടാ, ഞാൻ നോക്കട്ടെ. ആരെയുടെ ഡേറ്റ് മാത്രം കിട്ടിയാ പോരല്ല. അവനോട്ടാ സുരേഷന്റെ ഡേറ്റും കൂടി നോക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത്. എടാ, നീ പറഞ്ഞിട്ടാണ് ആ ചക്കൻ ആ വയറുമ കിടന്ന് കുത്തിപ്പണതോണ്ടിരിക്കണത്. ആരെങ്കിലും ചെയ്യേണ്ടത്. ഇവിടെയുള്ള ആളുമില്ല, അവിടെയുള്ള ആളുമില്ല. വർക്ക് വട്ടാണവനി. ഇപ്പൊ തന്നെ കലവറയിൽ വന്നിട്ട് പാത്രങ്ങളെ തട്ടി പറിച്ചിട്ട് അലമ്പൊക്കെ പണി കിട്ടും അല്ലേ? വന്നല്ല. എന്റെ പൊന്നു പറഞ്ഞേട്ടാ, ആര് വന്നാരുമല്ലേ കറണ്ട് നീ വിളിച്ചു. അശോട്ടാ, നമ്മൾ റെഡിയാ? എടുക്കാം. പൊളിച്ചടാ, കൊള്ളാട്ടാ, പൊളിച്ച്. നീ ഒരു കാര്യം ചെയ്ത് നീ നിക്ക്. അവര് മറ്റേ ഇലക്ട്രീഷ്യൻ വരട്ടെ, അതുവരെ നീ ഒന്ന് നിക്ക്. ജിമനെ ടേക്ക് പോയാലോ? ടേക്ക് പോ. പിന്നെ ഓൾ റൈറ്റ്.